വാല്യൂസ് ആണ്, ഒരു സീക്വൻസ് ഓഫ് വാല്യൂസ് ആണ്, ഒരു ലിസ്റ്റ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടപ്പിളാണ്. ടപ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു സീക്വൻസ് ഓഫ് വാല്യൂസ് ആണ്. അത് ലിസ്റ്റ് പോലെ തന്നെ റിസംബിൾ ചെയ്യും. എക്സ്ട്രാ ഉള്ള വ്യത്യാസം നോക്കി കഴിഞ്ഞാൽ ടപ്പിൾ ഇമ്മ്യൂട്ടബിൾ ആണ്. ഇമ്മ്യൂട്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടപ്പിളിൽ ഒരു വാല്യൂ അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ മാറ്റിക്കൊണ്ടൊരു വേറൊരു വാല്യൂ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അൺചേഞ്ചബിൾ ആണ്, ദാറ്റ് ഈസ് ഇമ്മ്യൂട്ടബിൾ ആണ്. ഇനി നമുക്ക് ടപ്പിളിലെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്വയർ ബ്രാക്കറ്റ് ആണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ടപ്പിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടോ പരാന്തിസിസ് ആണ് ഉപയോഗിക്കുന്നത്. ഒരു ഓപ്പണിംഗ് പരാന്തിസിസും ക്ലോസിംഗ് പരാന്തിസിസിൻ്റെ ഇടയിലാണ് നമ്മൾ വാല്യൂസ് കൊടുക്കുന്നത്. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടപ്പിളിൽ ക്യാരക്ടേഴ്സ് അല്ലെ സ്ട്രിങ്സ് ഉണ്ടെങ്കിൽ നമ്മൾ സിംഗിൾ കോട്ട്സിൽ കൊടുക്കും. നമ്പേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ നേരെ അങ്ങ് കൊടുക്കും. ഓക്കെ, ന്യൂമറിക് വാല്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് നേരെ അങ്ങ് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ സ്ട്രിങ് ആണെങ്കിൽ നമ്മൾ സിംഗിൾ കോട്ട്സിലോ ഡബിൾ കോട്ട്സിലോ കൊടുക്കുക. അതാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമുക്ക് ലിസ്റ്റ് പോലെ തന്നെ മൾട്ടിപ്പിൾ ഡേറ്റ ടൈപ്പ് വാല്യൂസ് എന്ന് വെച്ചാൽ നമ്പേഴ്സും സ്ട്രിങ്സും ഒക്കെ മിക്സഡ് ആയിട്ട് വേണമെങ്കിലും നമുക്ക് ടപ്പിളിൽ അസൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇൻഡെക്സിംഗ് ഉണ്ട്. ഇൻഡെക്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടപ്പിളിലെ ആദ്യത്തെ വാല്യൂ ഇൻഡെക്സ് 0 ആണ്, രണ്ടാമത്തെ വാല്യൂ ഇൻഡെക്സ് 1 ആണ്. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി പറയാനുള്ളത്, നിങ്ങൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ടപ്പിൾ കീവേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ടപ്പിൾസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ TUP എന്ന് പറയുന്ന ഒരു ടപ്പിൾ ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അവിടെ ടപ്പിൾ എന്ന് പറഞ്ഞ വാക്ക് കൊടുത്തുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ ടപ്പിൾസ് ക്രിയേറ്റ് ചെയ്യാം. ഇനി ടപ്പിളിലെ ഫസ്റ്റ് എലമെന്റ് എടുക്കണമെങ്കിൽ TUP ഓഫ് 0, ദാറ്റ് ഈസ് ഇറ്റ് വിൽ റിട്ടേൺ GX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഫസ്റ്റ് ഇൻഡെക്സ്. ഇവിടെ ആദ്യം ഒരു ഫുൾ സ്ട്രിങ് ആണ് കിടക്കുന്നത്, അതുകൊണ്ട് GEKS എന്നുള്ളതായിരിക്കും ചെയ്യുന്നത്. 2 ഓഫ് 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ 2 ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. ഇനി ഇവിടെ നിങ്ങൾ കാണുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഒരു ടപ്പിളിനകത്ത് ഹൈ 4 2 ഉണ്ട്. ഓക്കെ, അപ്പൊ അതിനകത്ത് ആ വാല്യൂസിനെ ABC എന്ന് പറയുന്ന 3 വേരിയബിളിലോട്ട് അൺപാക്ക് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കാണുന്നത്. പ്രിന്റ് A എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പ്രിന്റ് ചെയ്യും? ഹായ് പ്രിന്റ് ചെയ്യും. പ്രിന്റ് B എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പ്രിന്റ് ചെയ്യും? 4 പ്രിന്റ് ചെയ്യും. പ്രിന്റ് C എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പ്രിന്റ് ചെയ്യും? 2 പ്രിന്റ് ചെയ്യും. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഹായ് 4 2 എന്ന് പറയുന്ന 2p1 എന്ന് പറയുന്ന ഒരു വേരിയബിളിലോട്ട് നമ്മൾ ആദ്യം അസൈൻ ചെയ്തു. പിന്നെ 2p1 എന്ന് വാല്യൂ ABCയിലോട്ട് കോൺസിക്യൂട്ടീവ് ആയിട്ട് സ്റ്റോർ ചെയ്തു. ഇത് ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കൊടുക്കുകയും ചെയ്യാം, ഇടയ്ക്ക് ഈ 2p1 കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ ഇത് ടപ്പിൾ അൺപാക്കിംഗ് എന്ന് പറയുന്ന ഓപ്പറേഷൻ ആണ് ഈ കണ്ടത്. ഇനി നമുക്ക് അടുത്തത് നമുക്ക് നോക്കാൻ പോകുന്ന ഓപ്പറേഷൻ എന്ന് പറയുന്നത് കോൺകാറ്റിനേഷൻ ഓപ്പറേഷൻ. രണ്ട് ട്യൂപ്പിളുകളെ തമ്മിൽ കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഓപ്പറേഷൻ ഉപയോഗിക്കാം? ലിസ്റ്റ് പോലെ തന്നെ ഇവിടുത്തെ ഓപ്പറേറ്റർ പ്ലസ് ഓപ്പറേറ്റർ. അപ്പോൾ ഈ പ്ലസ് ഓപ്പറേറ്റർ എന്താ ചെയ്യുന്നത്? ട്യൂപ്പിൾ 1നെയും ട്യൂപ്പിൾ 2നെയും തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് ട്യൂപ്പിൾ 3 ഉണ്ടാവും. അപ്പോൾ പ്രിന്റ് ട്യൂപ്പിൾ 3 എന്ത് ചെയ്യും? ഈ രണ്ട് ട്യൂപ്പിളുകൾ കമ്പൈൻ ചെയ്ത റിസൾട്ട്, ദാറ്റ് ഈസ് 0 1 2 3 SS ഓർ ഹൈ, ഇത്രയും വാല്യൂസ് പ്രിന്റ് ചെയ്യും. നമുക്ക് ലിസ്റ്റ് പോലെ തന്നെ ട്യൂപ്പിളിൽ സ്ലൈസിങ് ഓപ്പറേഷൻ, കോളൻ ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ട് സ്ലൈസിങ് ഓപ്പറേഷൻ പറ്റും. എന്ന് വെച്ചാൽ നമുക്കറിയാം ട്യൂപ്പിളിലെ വാല്യൂസിന് ഇൻഡെക്സിങ് ഉണ്ടെന്ന്. ഇവിടെ ഞാൻ ട്യൂപ്പിൾ എന്ന് പറഞ്ഞ ഒരു കോളേജ് എന്ന് പറയുന്ന ഒറ്റ സ്ട്രിങ് ആണ് ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ട്യൂപ്പിളിനകത്ത്. അപ്പം ട്യൂപ്പിൾ 1 ഓഫ് 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇൻഡെക്സ് 0 ആണ്, സെക്കൻഡ് ഇൻഡെക്സ് 1 ആണ്, ദാറ്റ് ഈസ് OLEGE. ഈ 3 വേരിയബിൾസ് ആയിരിക്കും OLEGE എന്നുള്ള വാല്യൂ ആയിരിക്കും ഇവിടെ പ്രിന്റ് ചെയ്യുന്നത്. കാരണം 1 കോളൻ എൻഡിങ് ഇൻഡെക്സ് കൊടുത്തിട്ടില്ല, അപ്പൊ റിമൈനിങ് എലമെന്റ്സ് മൊത്തം പ്രിന്റ് ചെയ്യും. അപ്പൊ നമ്മൾ ലിസ്റ്റ് ചെയ്ത പോലെ തന്നെ ലിസ്റ്റിൽ നമ്മൾ എന്താ ആദ്യ എലമെന്റ് ഇൻഡെക്സ് കൊടുക്കാതെ കോളൻ കൊടുത്തു കഴിഞ്ഞാൽ കോളൻ 5 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം മുതൽ 5 വരെ എടുക്കുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ എൻഡിങ് ഇൻഡെക്സ് കൊടുത്തിട്ടില്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ടിംഗ് മുതൽ ആ സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് ഇപ്പോൾ 5 കോളൻ ഇട്ട് കൊടുത്താൽ 5 മുതൽ ബാക്കിയുള്ള റിമൈനിങ് എല്ലാ എലമെന്റ്സും പ്രിന്റ് ചെയ്യും. ഓക്കെ, അതേപോലെ ഇവിടെ 1 കോളൻ എന്ന് കൊടുത്താൽ ഒന്നാമത്തെ പൊസിഷനിലുള്ള വാല്യൂ മുതൽ റിമൈനിങ് മൊത്തം എണ്ണവും പ്രിന്റ് ചെയ്യും. നമുക്ക് അടുത്ത ഒരു ഓപ്പറേഷൻ, ഒരു ടപ്പിളിലെ വാല്യൂസ് നമുക്ക് റിവേഴ്സ് ചെയ്യണം. അതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി? കോളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളൻ ഇട്ട് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്ങും പറഞ്ഞിട്ടില്ല എൻഡിങ്ങും പറഞ്ഞിട്ടില്ല. പിന്നെ നമ്മൾ കൊടുത്തേക്കുന്നത് ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ -1 ആണ്. -1 എന്ന് പറഞ്ഞാൽ അവസാനം മുതൽ ഇങ്ങോട്ടാണല്ലോ. ഈ നെഗറ്റീവ് ഇൻഡെക്സിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി നമ്മൾ ലിസ്റ്റിൽ പഠിച്ചിട്ടുണ്ട്, അറിയാം. അവസാനത്തെ എലമെന്റ് ഇൻഡെക്സ് -1, അടുത്ത എലമെന്റ് ഇൻഡെക്സ് -2, അടുത്ത ഇൻഡെക്സിന്റെ എലമെന്റ് -3, ഇങ്ങനെ കുറഞ്ഞ് -1 വെച്ച് കുറഞ്ഞിരിക്കും. അപ്പോൾ നമുക്ക് -1 വെച്ച് ഡിക്രിമെന്റ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് മുതൽ ഇങ്ങോട്ടുള്ള എൻറ്റയർ എലമെന്റ്സ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ടപ്പിളിന്റെ റിവേഴ്സ് എലമെന്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഒരു റേഞ്ചിലുള്ള 4 കോളൻ 6 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നാലാമത്തെ ഇൻഡെക്സ് മുതൽ
6 എന്ന് പറയുമ്പോൾ 5 വരെ ആയിരിക്കും പ്രിന്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് 4ഉം 5ഉം. ഇവിടുത്തെ 0 പൊസിഷനിൽ സി ആണ്, 1 പൊസിഷനിൽ ഒ ആണ്, 2 3 4 ഇയും പ്രിന്റ് ചെയ്യും, 4 5 ജി ഇ ജി ആയിരിക്കും നമുക്ക് ഇവിടുത്തെ റിസൾട്ട്. ഇനി നമുക്കൊരു ടപ്പിൾ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡെൽ ഓപ്പറേഷൻ സപ്പോർട്ട് ചെയ്യണം. ഡെൽ ടപ്പിൾ 1 എന്ന് കൊടുത്തു. അപ്പം ടപ്പിൾ 1 കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഇതിന്റെ മെമ്മറിയിൽ നിന്ന് പോകും. ഓക്കെ, അപ്പൊ പിന്നെ അങ്ങനെ ഒരു ടപ്പിൾ എക്സിസ്റ്റ് ആവത്തില്ല. അതാണ് ഡിലീറ്റ് ഓപ്പറേറ്റർ. ഇനി നമ്മൾ ടപ്പിളും ലിസ്റ്റും കൂടി തമ്മിൽ കമ്പയർ ചെയ്യാൻ ശ്രമിച്ചാൽ രണ്ട് ലിസ്റ്റിനും ടപ്പിളും കോമൺ ആയിട്ടുള്ള കുറെ ഫംഗ്ഷൻസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ലെങ്ത് ഫംഗ്ഷൻ, ടോട്ടൽ എലമെന്റ്സ് ടപ്പിളിലുണ്ട് അല്ലെങ്കിൽ ലിസ്റ്റിൽ എത്ര ഉണ്ട്, പിന്നെ മാക്സിമം ഇതിനകത്ത് മാക്സിമം വാല്യൂ എത്ര, മിനിമം വാല്യൂ എന്തുവാ, സം ഓഫ് ഇൻഡിവിജ്വൽ എലമെന്റ്സ് എടുക്കാൻ പറ്റും, എനി ഓഫ് ദി വാല്യൂ ഉണ്ടോ എന്ന് നോക്കാൻ പറ്റും, ഓൾ എടുക്കാൻ പറ്റും, സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സോർട്ടഡ് മെത്തേഡ് ഇത്ര അവൈലബിൾ ആണ്. പക്ഷേ ഈ അപ്പൻഡ്, ഇൻസേർട്ട്, റിമൂവ്, പോപ്പ്, ക്ലിയർ ഇതെല്ലാം ലിസ്റ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ ഇതൊന്നും എവിടെ അവൈലബിൾ അല്ല, ടപ്പിളിൽ അവൈലബിൾ അല്ല. അതാണ് ഈ ഭാഗം കാണിച്ചേക്കുന്നത്. ഓക്കെ, ഇതൊന്നും നമുക്ക് ടപ്പിളിൽ അവൈലബിൾ അല്ല. അപ്പം ഇത് നമ്മൾ കമ്പാരിസൺ ആണ് പറഞ്ഞേക്കുന്നത്, രണ്ടും തമ്മിൽ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി കൗണ്ടും ഇൻഡെക്സും ഇത് രണ്ടും എവിടെയുണ്ട്, ലിസ്റ്റിലും ഉണ്ട് ടപ്പിളിലും ഉണ്ട്, ലിസ്റ്റിലും ഉണ്ട് ടപ്പിളിലും ഉണ്ട്. ഇനി സാധാരണയായിട്ട് ഹെട്രോജിനസ് ഡേറ്റ ഐറ്റം സ്റ്റോർ ചെയ്യാൻ നമ്മൾ ടപ്പിളും, ഹോമോജിനസ് ഒരേ ടൈപ്പ്, ഇപ്പോൾ ഇൻഡിജേഴ്സ് മൊത്തം അല്ലെ ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂസ് മൊത്തം, അങ്ങനെ ഒരു സിമിലർ ഡാറ്റ ടൈപ്പുകൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലിസ്റ്റ്, മിക്സഡ് ഡാറ്റ ടൈപ്പ് സ്റ്റോർ ചെയ്യാൻ ട്യൂപ്പിളുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ട്യൂപ്പിളിലെ വാല്യൂസ് നമുക്ക് ലിസ്റ്റ് സ്റ്റോർ ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഒരു പറയാൻ പറ്റുന്നത് ലിസ്റ്റിന്റെ വാല്യൂസ് ട്യൂപ്പിളിലും സ്റ്റോർ ചെയ്യാം. ഇനി ട്യൂപ്പിളിൽ കൂടി ഇറ്ററേറ്റ് ചെയ്യുക, ദാറ്റ് ഈസ് കടന്നു പോകുക, ഓരോ എലമെന്റും വിസിറ്റ് ചെയ്യുക, അത് ഫാസ്റ്റർ ആയിരിക്കും. നമ്മുടെ കമ്പ്യൂട്ടേഷൻ സ്വഭാവം വെച്ചിട്ട് നോക്കുവാണെങ്കിൽ ട്യൂപ്പിളിലെ എലമെന്റ്സ് ഇറ്ററേറ്റ് ചെയ്യുന്നത് ഫാസ്റ്റർ ആയിരിക്കും ലിസ്റ്റിനേക്കാളും. അതേപോലെ ലിസ്റ്റ് ചേഞ്ചബിൾ ആണ്, മ്യൂട്ടബിൾ ആണ്, പക്ഷേ ട്യൂപ്പിൾസ് ഇമ്മ്യൂട്ടബിൾ ആണ്. അപ്പോൾ ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.